ലാൽ സലാം. മോഹൻലാൽ നായകനായി എത്തിയ സിയാദ് കോക്കർ നിർമ്മിച്ച സിനിമയാണ് ദേവദൂതൻ. 2000-ലാണ് സിനിമ റിലീസ് ചെയ്തിരുന്നത്. ഇന്ന് 2024-ൽ വീണ്ടും സിനിമ റിലീസ് ചെയ്തിരിക്കുന്നു. ഈ റിലീസിൽ സിനിമ അതിഗംഭീരമായ ഒരു വിജയമായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ സിയാദ് കോക്കർ റിപ്പോർട്ടർ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദേവദൂതൻ ദേശീയ അവാർഡിന് വേണ്ടി മത്സരിപ്പിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നിയമങ്ങളെക്കുറിച്ച് അറിയില്ല, പക്ഷേ പൊളിച്ചെഴുതാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചേക്കും എന്നുള്ള കാര്യമാണ്. തീർച്ചയായും അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ ദേവദൂതൻ ദേശീയ അവാർഡിന് വേണ്ടി മത്സരിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഉറപ്പിക്കുന്നത്. എന്തായാലും അർഹമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായും ദേവദൂതൻ എന്ന സിനിമയ്ക്ക് അവാർഡുകൾ വാരിക്കൂട്ടാൻ കഴിയും എന്നുള്ളതാണ്. എത്രത്തോളം അതിനകത്തിൽ നിയമസാധ്യതകൾ ഉണ്ട് എന്നറിയില്ല. കാരണം ഓരോ വർഷങ്ങൾ ഇറങ്ങുന്ന സിനിമകളാണ് ഈ ഒരു ഗണത്തിലേക്ക് നാഷണൽ അവാർഡ് ആണെങ്കിലും ഏത് അവാർഡിനാണെങ്കിലും പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് ദേശീയ അവാർഡിന് മത്സരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും 2000-ൽ നമ്മൾ കണ്ട ഈ ഒരു സിനിമ അന്നൊരു വമ്പൻ പരാജയമായിരുന്നെങ്കിൽ പോലും അന്നും ഏറെയും പ്രേക്ഷകർ പറഞ്ഞിരുന്നു മോഹൻലാലിൻ്റെ അഭിനയവും ഒപ്പം ഈ സിനിമയുടെ കാറ്റഗറിയും ഇതിൻ്റെ ക്വാളിറ്റിയുമെല്ലാം. തീർച്ചയായും മൾട്ടിപ്പിൾ അവാർഡ് നേടാൻ കഴിയുന്ന ഒരു ചിത്രം തന്നെയാണ് ദേവദൂതൻ. എത്രത്തോളം അതിന് സാധ്യതയുണ്ട് എന്നറിയില്ല. എന്നിരുന്നാലും അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവരതിന് വേണ്ടി മുതിരും എന്നുള്ളതാണ്. ദേവദൂതൻ ദേശീയ അവാർഡിന് വേണ്ടി മത്സരിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ അതെടുത്ത് റിപ്പോർട്ടർ ലൈവ് ചാനലെടുത്ത് കാണുകയാണെങ്കിൽ കാണാൻ കഴിയും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.